എത്തി നിൽക്കുന്നു വാതിലിൽ എൻ്റെ ചിത്തസങ്കൽപ്പ നർത്തകി. സ്വപ്നമാലിനി തീരത്തുണ്ടൊരു കൊച്ചു കല്യാണ മണ്ഡപം. സുന്ദര പ്രേമ നന്ദനം മുല്ലപ്പന്തലിട്ടൊരു മണ്ഡപം. സ്വപ്നമാലിനി തീരത്തുണ്ടൊരു കൊച്ചു കല്യാണ മണ്ഡപം. കൺമണി നിന്റെ പെൺമണി, നിന്നെ മാത്രം നിനച്ചിരിക്കുന്നു കൺമണി നിന്റെ കൺമണി. സ്വപ്നമാലിനി തീരത്തുണ്ടൊരു കൊച്ചു കല്യാണ മണ്ഡപം. സുന്ദര പ്രേമ നന്ദനം മുല്ലപ്പന്തലിട്ടൊരു മണ്ഡപം. സ്വപ്നമാലിനി തീരത്തുണ്ടൊരു കൊച്ചു കല്യാണ മണ്ഡപം. നൈസ് നൈസ് അഖൈദുകുട്ടി. അഖൈദുകുട്ടി എന്തോ ആഹാ, ഇങ്ങോട്ട് പാട്ടാണെങ്കിൽ അങ്ങോട്ടും പാട്ട്. ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ, എന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി മലർത്തേൻ കിളി, പൈങ്കിളി മലർത്തേൻ കിളി. സ്വർണ്ണ ചാമരം വീശിയെത്തുന്ന സ്വപ്നമായിരുന്നെങ്കിൽ ഞാൻ, സ്വർഗസീമകളും വയ്ക്കുന്ന സ്വപ്നമായിരുന്നെങ്കിൽ ഞാൻ. ഇങ്ങനെയാണ് ഈ 1 2 3 1 2 3 എന്ന് പറഞ്ഞ ആ താളത്തിന്റെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെഡ്ലിയാണ് ഇപ്പൊ പാടിയത് കേട്ടാ. നമ്മുടെ അഖൈദുകുട്ടിയുടെ പാട്ട് കേട്ടപ്പോഴത്തേക്ക് ഇത് പാടാതിരിക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് പാടിപ്പോയി. അതൊരു കുറ്റമാണോ മീനുട്ടി? ഒരിക്കലും അല്ല. പാടാ ക്യാപ്റ്റൻ. നെവർ എവർ. മധു? നോ നെവർ എവർ. നെവർ എവർ. അഖൈദി നന്നായിട്ട് പാടി കേട്ടോ. താങ്ക് യു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ സോങ് സെലക്ഷൻ ആണ്. സാധാരണ ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല കേട്ടോ, ആരെങ്കിലും ഏതെങ്കിലും റിയാലിറ്റി ഷോയിലൊക്കെ ഈ പാട്ട് പാടിയതായിട്ട് ഞാൻ കേട്ടില്ല. ടോപ്പ് സിംഗറിൽ നേരത്തെ അവതരിപ്പിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞൂടാ. ഞാനുണ്ടായിരുന്ന സീസൺസിൽ എന്തായാലും ഉണ്ടായിട്ടില്ല. ഞാനും കേട്ടതായിട്ട് ഓർക്കുന്നില്ല ഇങ്ങനെ ഒരു പാട്ട്. മാത്രമല്ല ഇത് എപ്പോഴും മെയിൽ വോയിസിൽ മാത്രമാണ് കേട്ടിരിക്കുന്നത്. ആദ്യമായിട്ടാണ് നമ്മുടെ കുഞ്ഞിന്റെ വോയിസിൽ കേൾക്കുന്നത്. അത് രസകരമായിരുന്നു. താങ്ക് യു സർ. പിന്നെന്താ വെച്ചാൽ ചില നോട്ട്സ് ഒക്കെ കൃത്യം ഡെഫിനേഷനിൽ വരണുണ്ട്. ഇപ്പോ സുന്ദര അത് നന്നായിട്ട് പിക്ക് ചെയ്ത് പാട്ടാണ്. റെഡി? സുന്ദര പ്രേമ നന്ദനം ഇടയ്ക്കിടയ്ക്ക് ശ്വാസം എടുക്കുന്നുണ്ടല്ലോ. നന്ദനം കഴിഞ്ഞിട്ട് ചെറിയൊരു ശ്വാസം എടുത്തോട്ടെ. അതുവരെ ഒരു ഇതായിട്ട് പോയിട്ട് ഫ്രേസ് ആയിട്ട് പോകൂടെ? സുന്ദര പ്രേമ നന്ദനം മുല്ലപ്പന്തലിട്ടൊരു മണ്ഡപം. മുല്ലപ്പന്തലി. അത് ഭയങ്കര രസമാകാം. മുല്ല പഠിക്കോ? മുല്ലപ്പന്തലിട്ടൊരു മണ്ഡപം. അതാണ്. പിന്നെ എന്റെ ചിത്ത സങ്കല്പ നർത്തകി, എനിക്കത് മനസ്സിലായില്ല. എന്റെ അവിടുത്തെ ട്യൂൺ ഭയങ്കര രസകരമാണ്. അതെങ്ങനെയാണ് മോള് കൊണ്ടുവന്നിരിക്കണേ? കത്തുമാശകൾ നീതിരി വെച്ച
മുത്ത് നാം മലർത്താലമാ അടുത്ത ലൈൻ. എത്തി നിൽക്കുന്നു വാതിലിൽ എൻ്റെ ചിത്തസങ്കൽപ്പ നർത്തകി. അത് കുറച്ചും കൂടെ നന്നാക്ക്. ചിത്തസങ്കൽപ്പ നർത്തകി. ഓക്കെ. ചിത്തസങ്കൽപ്പ നർത്തകി. ചിത്തസങ്കൽപ്പ നർത്തകി. അങ്ങനെ വരുമ്പോ അടുത്തതില് ഈ താമസിക്കും എന്ന് പറഞ്ഞപ്പോ അവിടെ ഒരു കിച്ച് കിച്ച് വന്നല്ലോ. യെസ്. അല്ലേ? ചെറുതായിട്ട്. ഗലെ മേ കിച്ച് കിച്ച്. അതൊരു വലിയൊരു കുറ്റമാണോ മീനൂട്ടി? കിച്ചോ ആ അല്ല, ആർക്കും വരാം, ആർക്കും വരാം, എപ്പോഴും വേണമെങ്കിൽ വരാം. വരാം. അപ്പൊ കിച്ച് കിച്ചിനെ നമ്മൾ എന്ത് ചെയ്തു? പുറത്തു വിടണം. എടുത്ത് കളഞ്ഞേക്കാം. അതില്ല. അത് പിന്നെ രണ്ടാമത് വന്നപ്പോഴത്തേക്ക് വന്നില്ല കേട്ടോ. അതെന്താ അപ്പൊ രണ്ടാമത്? കുറ്റമായനെ അല്ലേ? അങ്ങനെ വന്നിരുന്നെങ്കിൽ അത് ചിലപ്പോ കുറ്റമായനെ. ആ കുറ്റമില്ല, കുറ്റമറ്റു. രണ്ടാമത് വന്നപ്പോഴത്തേക്ക് അത് ഓക്കെ ആയി കേട്ടോ. അത് കുഴപ്പമില്ല. ഡെഫിനേഷൻ, നമ്മൾ പാടുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ ഡിഫൈൻഡ് ആക്കണം. അപ്പോഴാണ് കേൾക്കുന്ന ആൾക്കാർക്ക് ആഹാ എന്ന് പറയാൻ തോന്നുന്നത്. അഗൈതയുടെ ഒരുപാട് ആഹാ പെർഫോമൻസസ് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇനി അടുത്ത ദിവസം വീണ്ടും ഒരു ആഹാ പെർഫോമൻസിനായിട്ട് കരുതിയിരിക്കുന്നു ഈ അങ്കിൾ. ഓക്കെ അല്ലെ ക്യാപ്റ്റൻ? യെസ്, എക്സാക്ട്ലി. Yeah. ശബ്ദം പ്രശ്നമുണ്ടോ? എന്തെങ്കിലും ചെറിയൊരു ക്രാക്ക് തോന്നുന്നുണ്ട് മുഴുവനായിട്ട്. സുഖമല്ലേ? കുറച്ച് ഓവർ സ്ട്രെയിൻ ചെയ്യുന്നുണ്ടോ? കൂടുതൽ പ്രാക്ടീസ് പാടി പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ? കഫമുണ്ട്. കഫക്കെട്ട്. അതാണ് ആ തരി 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 പോലെ കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് അനുപല്ലവിയുടെ അവസാനവും ചരണത്തിന്റെ ആദ്യമൊക്കെ ചെറിയ ഒരു ക്ലാരിറ്റി പ്രശ്നം വരുന്നുണ്ട്. കൂടെ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നിർത്തുന്ന ഭാഗത്തൊക്കെ എന്താ പറയാ, ആ സ്മൂത്ത് ആയിട്ട് പോകാൻ പറ്റുന്നില്ല അഖേദി കുട്ടിക്ക്. കുറച്ചൊരു കരകരാന്നുണ്ട് ശബ്ദം. അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ട് കേൾക്കാനുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പല്ലവിയില് അവിടെ കൊച്ചു കല്യാണ മണ്ഡപം എന്നുള്ള സ്ഥലത്ത് ചെറിയൊരു പിച്ച് പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു. ഭൂമി കന്യയെ പോലെ അവിടെ ക്ലാരിറ്റി, പിന്നെയും ചെറിയൊരു പിച്ചിന്റെ സാധനം. മൊത്തത്തിൽ എനിക്ക് ഒരു ക്രാക്കി വോയിസ് ഇന്ന് അഖേദി കുട്ടിക്ക് ഒരു വില്ലനായിട്ട് അവിടെ ഉള്ള പോലെ തോന്നി. ഓക്കെ, ബാക്കി നല്ല സോങ് സെലക്ഷൻ, ബ്യൂട്ടിഫുൾ സോങ്, ബ്യൂട്ടിഫുൾ സോങ് സെലക്ഷൻ. നല്ല രസമായിട്ട് പാടും ചെയ്തു കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നല്ല സെലക്ഷൻ, ബ്യൂട്ടിഫുൾ സെലക്ഷൻ. പിന്നെ എനിക്ക് തോന്നിയത് ഈ ഓവർ സ്ട്രെയിൻ ആയിട്ടുള്ള ഒരു വോയിസ് പോലെ തോന്നിയത് കഫക്കെട്ടാണോ എന്ന് എനിക്ക് അറിയില്ല. അത് മോൾക്കേ അറിയുള്ളൂ. പാടുമ്പോ ഭയങ്കര കേൾക്കുമ്പോൾ തോന്നുന്നത് ഒരു ഓവർ സ്ട്രെയിൻഡ് ആയിട്ടുള്ള വോയിസ് ആണ്. സ്ട്രെയിൻ ആയിട്ടുള്ള വോയിസിനെ പോലെയാണ് തോന്നുന്നത്. അപ്പോ കൂടുതൽ ഇങ്ങനെ പാടി പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ? കൂടുതലില്ല. സംസാരിക്കുമ്പോ വരെ ശബ്ദം പ്രശ്നമുണ്ട്. അതെ, സംസാരിക്കുമ്പോ തന്നെ സ്ക്രാച്ചസ് ഉണ്ട് വോയിസിൽ. സ്ക്രാച്ച് ഉണ്ട്. അപ്പൊ അത് പാട്ടിൽ ഫുള്ളായിട്ട് നടലിച്ചു. കംപ്ലീറ്റ് ആദ്യം ഒരു അവസാനം വരെ ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഫീൽ ചെയ്തായിരുന്നു. അതുകൊണ്ട് തന്നെ ചില സ്ഥലങ്ങളിലേക്കൊന്നും ലയിച്ച് പാടാൻ പറ്റുന്നില്ല മോൾക്ക്. അപ്പൊ അങ്ങനെ പല സ്ഥലത്തും ഈ മുല്ലപ്പന്തലിട്ടൊരു മണ്ഡപം, എത്തി നിൽക്കുന്നു വാതിലിൽ എന്റെ ചിത്തസങ്കല്പം, അതിന്റെയൊക്കെ ക്ലാരിറ്റി നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയില്ല. നേരത്തെ പാടിപ്പിച്ചില്ലേ. പിന്നെ താമസിക്കുന്നു തുടങ്ങിയത്, ഇതൊക്കെയാണ് തോന്നുന്നത്. പക്ഷെ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിനേക്കാളും നന്നായിട്ട് അഖൈതി കുട്ടി പാടും എന്നുള്ള കാര്യം നമുക്കറിയാം. ഇതിനു മുമ്പ് പ്രൂവ് ചെയ്തിട്ടുള്ളതാണല്ലോ നമ്മുടെ അഖൈതി കുട്ടി. ആള് നിസ്സാരക്കാരിയല്ല എന്നുള്ളത് നമുക്കറിയാം. ഓക്കെ, അപ്പൊ എന്തായാലും എത്രയും പെട്ടെന്ന് ശരിയാവട്ടെ. ഗോഡ് ബ്ലെസ് യു. എനിക്കൊരു ഗസ്റ്റ് ഉണ്ട്. ടീച്ചേഴ്സ്, ലിറ്റിൽ ഫ്ലവർ സ്കൂളിലെ ടീച്ചേഴ്സിനെ വരാൻ പറ്റിയിട്ടുള്ളൂ. അപ്പൊ കുറച്ച് 3 ടീച്ചേഴ്സ് വന്നിട്ടുണ്ട്. 3 ടീച്ചേഴ്സോ? നമസ്കാരം. ഹായ് ടീച്ചേഴ്സ്. എന്റെ 4 പരിചയപ്പെടുത്താമോ? ഞാൻ അഗൈതിയുടെ ക്ലാസ് ടീച്ചറാണ്. എന്റെ പേര് ജോസ്ഫിൻ. എങ്ങനെയുണ്ട് അഗൈതി കുട്ടി ക്ലാസ്? മോളാണ്. നല്ല മോളാണ്. അതിനെപ്പറ്റി നമുക്ക് സംശയമേ ഇല്ലല്ലോ. നല്ല മോളാണ്. എങ്ങനെ അക്കാഡമിക്സ് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. മാം ഏതാ സബ്ജക്ട് എടുക്കണേ? ഞാനും മലയാളവും ബേസിക് സയൻസും. ബേസിക് സയൻസ്. ശരി. എൻ്റെ പേര് ആൻസി. ഞാൻ LP സെക്ഷനിലാണ് വർക്ക് ചെയ്യുന്നത്. എൻ്റെ പേര് സിംന. ഞാൻ അഗൈതിൻ്റെ ഇംഗ്ലീഷ് ടീച്ചറാണ്. വളരെ പ്രൗഡായിട്ടുള്ള ഒരു മൊമെൻ്റാണിത്. കാരണം ഞങ്ങളുടെ സ്കൂളിലെ കലാപ്രതിഭയാണ്. പാട്ടിലും ഡാൻസിലും ഒക്കെ മികച്ചു നിൽക്കുന്ന കുട്ടിയാണ്. അപ്പം അതിൻ്റെ ഒരു ചാർജ് ഏറ്റെടുക്കുന്ന ആൾ എന്നുള്ള നിലയിൽ അഗൈതിനെ സബ് ജില്ലാ മത്സരങ്ങളിലൊക്കെ കൊണ്ടുപോകാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതിന് വളരെ സന്തോഷമുണ്ട്. ജില്ലയിലൊക്കെ ഫസ്റ്റ് ആയിരുന്നു. ഈ കൊല്ലം പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല, കാരണം ഫ്ലവേഴ്സിലേക്ക് വന്നതുകൊണ്ട്. അപ്പം നമ്മുടെ സ്കൂളിൻ്റെ
മിന്നും താരത്തിനെയാണ് നിങ്ങൾക്ക് ഇവിടെ സമർപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ഞങ്ങളെ ഒരു അഭിമാന നിമിഷം കൂടിയാണ് ഇത്. താങ്ക് യു. അപ്പോ സന്തോഷം ടീച്ചർമാര് വന്നതിൽ കേട്ടോ. വളരെ സന്തോഷം. എൻ്റെ HM ലിജോ സാറ്, അതുപോലെ തന്നെ ജെഫ്രി സാറ്, ടിബി സാറ്, ഇവര് മൂന്നാളും നിങ്ങളുടെ മൂന്നാളെ വലിയ ഫാനാണ്. അപ്പൊ ഒരു ഹായ് കൊടുക്കാവോ എല്ലാവർക്കും? എല്ലാവർക്കും ഹായ്. അഖേതി കുട്ടി എന്തോ അപ്പൊ അടുത്ത പ്രാവശ്യം ശബ്ദമൊക്കെ ശരിയായി മിടുക്കിയായിട്ട് വന്ന് പാടണം കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അപ്പൊ ഇന്നത്തെ സ്കോർ 96 out of 100 ഫോർ അഖേതി. അപ്പൊ ഗീതിക്കുട്ട ഹാപ്പി ആയിട്ട് പോയി വോയിസ് ടെസ്റ്റ് ഒക്കെ എടുക്കണം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ബൈ. താങ്ക് യു. ബൈ. MJ അങ്കിൾ, നമ്മുടെ ടോപ്പ് സിംഗർ സീസൺ 6 തുടങ്ങിയതിന് ശേഷം ഇല്ലേ ചെന്നൈ അമ്പത്തൂർന്ന് കേൾക്കുമ്പോ MJ അങ്കിളിന് ആദ്യം ഓർമ്മ വരുന്നത് അത് നമ്മുടെ പൊതുവായിട്ടൊരു പ്രശ്നമാണെന്ന്. എനിക്കിപ്പോ എപ്പോ അമ്പത്തൂരിന്ന് കേട്ടാലും അമ്പത്തൂർ സിംഗത്തെ ഓർമ്മ വരും. അങ്ങനെ അമ്പത്തൂർ സിംഗമാണ് ഇപ്പൊ എത്താൻ പോകുന്നത്. റൈക്ക കുട്ടിയാണ് വരുന്നത്. ലെറ്റ്സ് വെൽക്കം റൈക്ക ഓൺ സ്റ്റേജ്. രവീന്ദ്ര മാസ്റ്ററുടെ ഹിറ്റ്സ് റൗണ്ടിലാ പാടാൻ പോകുന്നത്. റൈക്ക കുട്ടിക്ക് കുറെ ഹാപ്പി ന്യൂസ് പറയാനുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ആണോ? അങ്ങനെ ഞാൻ കേട്ടു അല്ലേ? ஃபர்ஸ்ட் ஹாப்பி நியூஸ் வந்து நான் என்காணி மலரை பாடினேன் இல்லையா, அதை வந்து அதோட மியூசிக் டைரக்டர் ராகுல் சுப்ரமணியம் சாரும் சிங்கர் நேஹ சேச்சியும் 2 பேரும் ஷேர் பண்ணியிருந்தா அது எனக்கு ரொம்ப ரொம்ப ஹாப்பியான ஒரு நியூஸ். செகண்ட் ஹாப்பி நியூஸ் வந்து நம்ம வந்து யேசுதாஸ் சாருக்கு வந்து வேண்டி டாப் சிங்கர்ல பர்த்டே ஸ்பெஷல் எபிசோட் பண்ணியிருந்தோம். நேற்றுக்கு என்னோட குருஜி 2 பேருமே பின்னி சேச்சியும் கிருஷ்ணகுமார் சார் 2 பேருமே அமெரிக்கால கான்சர்ட்டுக்கு வேண்டி போயிருக்கா. போனப்போ தாசங்களோட ஆத்துக்கு போயிட்டு 5-6 மணிக்கூர் உட்காந்து பாட்டை பத்தி இப்படி பேசிட்டு இருக்கிறத நான் சொன்னேன் இல்லையா எபிசோட்ல எனக்கு யேசுதாஸ் சார் ஒரு தெய்வம் மாதிரி ஆகும். எனக்கு அவரை மாதிரி கச்சேரியும் லைட் மியூசிக் 2ம் பேரலா. அதே மாதிரி பின்னி சேச்சின்னு சொல்லியிருக்கேன், இந்த உலகத்திலே நீங்க மாத்திரம்தான் சார் இந்த மாதிரி 2மே பேரலா கொண்டு போயிருக்காள்னு சொன்னப்போ பிரபா ஆண்டி இருக்கா இல்லையா, அவ சொல்லியிருக்கா ஏதோ ஒரு ரியாலிட்டி ஷோல வச்சுட்டு ஒரு பொண்ணு சொல்லியிருக்கா இந்த மாதிரி தாசங்கள் மாதிரி ஆகணும், தாசங்கள் எனக்கு ஒரு தெய்வம் மாதிரி ஆகணும். அப்போ தாசங்கள் சொல்லியிருக்கா ஒருக்கா கூட எனக்கு காட்டித்தா அந்த பொண்ணு எனக்கு பார்க்கணும்னு சொல்லியிருக்கா. அது நான் பார்த்து ரொம்ப ரொம்ப எனக்கு ഒരു പേര് എടുത്ത് എനിക്ക് ഗൂസ്ബംസ് എടുത്തു. അപ്പൊ ചേച്ചി சொன்னா என்னோட சிஷ்யாக்கும் ரைக்கா அவளிப்போ டாப் சிங்கர்ல பாடிட்டு இருக்கான்னு சொன்னா அது கேட்ட உடனே எனக்கு ஒரு மாதிரி லைக் கூஸ்பம்ஸ் வந்தது. ஐ வாஸ் சோ ஹாப்பி. எனக்கு ரொம்ப ஹாப்பி ஆயிடுது. சோ அதுதான் 2ാമത്തെ ഹാപ്പി ന്യൂസ്. அவ்வளவுதானே முடிஞ்சாச்சா? ஆமா, அதுவும் இல்லக்கி அதை பேச எனக்கு சான்ஸ் തന്നെ ഫ്ലവേഴ്സ് டாப் സിംഗർക്കും പിന്നെ അഫ്കോഴ്സ് ദാസങ്ങൾക്കും പ്രഭ ആന്റിക്കും ബിന്നി ചേച്ചിക്കും കൃഷ്ണകുമാർ സാർക്കും ജഡ്ജസ്ക്കും എല്ലാവർക്കും എന്നോട് നമസ്കാരം. அமெரிக்கால வர தாசன் வர பாத்துட்டாங்க. அது தாசர பிரபா சேச்சிக்கு. ஆமா, சபாஷ். താങ്ക് യു. അപ്പൊ കൺഗ്രാറ്റുലേഷൻസ്. കേട്ടില്ലേ? അതെ അതെ. എപ്പോ റൈക്കാவோட ഒരു തമിഴ് പാട്ട് കേൾക്ക முடியும்? அது டாப் சிங்கர்ல தமிழ் ரவுண்ட் வந்தா நான் ஷுவரா பாடுவேன். இப்ப மந்தம் மந்தம் தான் வருமா? மெதுவா மெதுவா மந்தம் மந்தம் தார திண்டி தார தீ தாதி அந்த மாதிரி வருமா? அது வந்தா வரும். கேப்டன், எஸ், இந்த ரைக்கா பாட போற பாட்டு இது எனக்கு தெரியும். நம்ம எல்லாம் தூங்க போறோம் இன்னைக்கு. சாச்சிக்கோ 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 அதான் பாட்டு இல்லையா? ஆமா ஆமா. என்ன பாடம்? களிப்பாட்டம் படத்துல பாட்டு தானே? சரி, அப்புறம் நம்மட MG அண்ணன் பாடிய பாட்டு, MG சாரோட பாட்டு 1993 இயர். அப்புறம் என்ன அதுக்கப்புறம் லிரிக்ஸ் பிச்சு திருமலா சார். எஸ், அண்ட் ரவீந்திர மாஸ்டர் ரவுண்ட்ல. எஸ். அப்போ ஆல் தி பெஸ்ட். தேங்க் யூ. ചാച്ചിക്കോ 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 കൊഞ്ചി 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 കിളിയെ പറന്നുവാ കൂട്ടിനുള്ളിൽ നിന്നും കുളിരെ കുണുങ്ങിവാ കൊഞ്ചി 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 കിളിയെ പറന്നുവാ കൂട്ടിനുള്ളിൽ നിന്നും കുളിരെ
കുണുങ്ങിവാ മനസ്സിലെന്റെ മൈനമോള് ചായുറങ്ങിയോ ചാച്ചിക്കോ 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 കിളിയെ പറന്നുവാ കൂട്ടിനുള്ളിൽ നിന്നും കുളിരെ കുണുങ്ങിവാ കിളിയെ പതുങ്ങിവാ കൂട്ടിനുള്ളിൽ നിന്നും കുളിരെ കുണുങ്ങിവാ മടിയിലെന്റെ മൈനമോള് ചായുറങ്ങിയോ ചാച്ചിക്കോ ചാച്ചിക്കോ. നൈസ് നൈസ് മോളെ. ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ. വിനോടാ എന്തോ ഉറങ്ങിയില്ലേ ഇതുവരെ? ഞാൻ ഉറങ്ങി എണീച്ചു. ഉറങ്ങി എണീച്ചാ? സാധാരണ കൂർക്കം വലിക്കാറുണ്ടല്ലോ. ഇല്ല, ഇന്ന് ഞാൻ MJ എന്നുള്ള കൂർക്കം വലിയ കാരണം എനിക്ക് വലിക്കാനേ പറ്റില്ല. അത് വീട്ടിൽ എപ്പോഴും പറയാറുണ്ട് എന്റെ കൂർക്കം വലിയ ഒരു രക്ഷയിലാണ്. ആ നമുക്ക് ഉറങ്ങാൻ പ്രേരിപ്പിക്കുന്ന ഒരു പാട്ടാണ് കേട്ടോ. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് മേളിലോട്ട് വരുമ്പോ ഒന്ന് കണ്ണു തുറക്കും കേട്ടോ നമ്മള്. അങ്ങനെ കൂടെ ഉണ്ട്. ഇപ്പൊ പൂർണ്ണമായിട്ടും ഉറക്കമല്ല. ഇപ്പൊ ചാച്ചിക്കോ എന്ന് പാടുന്നില്ലേ, അത് നന്നായിരുന്നു കേട്ടാ. ആ അതിൽ 4 കോഡ് ഇങ്ങനെ മാറുന്നുണ്ട്, അത് ശ്രദ്ധിച്ചോ? ആ അതാണ് എന്റെ രസം. അപ്പൊ കോഡ് എപ്പോഴും ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. നമുക്ക് കുറച്ചും കൂടെ ഇൻവോൾവ് ആവാൻ പറ്റും. അതിൽ കോഡിൽ നിന്ന് ഇവോൾവ് ചെയ്യാൻ പറ്റും. സ 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 എല്ലാം സ സ സ. 4 ഡയമെൻഷൻ ഇല്ലേ? അപ്പൊ നമുക്ക് അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആയിട്ട് ആ സ സ സക്ക് പുതിയ പുതിയ കളേഴ്സ് വരും.
നമ്മൾ ഒന്നിച്ച് പാടുമ്പോ ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? ആ. അത് ശ്രദ്ധിക്കണം കേട്ടോ. ആ ഓക്കെ. പിന്നെ ചാച്ചിക്കോ എന്നിപ്പോ പാടിയില്ലേ? ഉം. അതിപ്പോ കൊഞ്ചിക്കോ എന്നാണെങ്കിൽ ഇങ്ങനെ പാടും. കൊഞ്ചിക്കോ 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 കൊഞ്ചിക്കോ. അപ്പൊ ചാച്ചിക്കോക്കും കൊഞ്ചിക്കും തമ്മിൽ ഒരു വ്യത്യാസം ഇല്ലേ? ഇല്ല. കൊഞ്ചിക്കോ എങ്ങനെ പാടും? കൊഞ്ചിക്കോ കൊഞ്ചിക്കോ ആ കൊഞ്ചിക്കോ കൊഞ്ചിക്കോ കൊഞ്ചിക്കോ. പല രീതിയിൽ കൊഞ്ചാലോ. അങ്ങനെയൊക്കെ പാടാം. പാടിക്കോ എന്നാണെങ്കിലോ? പാടിക്കോ 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 പാടിക്കോ. പേടിച്ചോ എന്നാണെങ്കിലോ? പേടിച്ചോ 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 പിടിച്ചോ. പിന്നെന്ന് വെച്ചാ ആ ബേസിലോട്ടുള്ള നോട്ട്സ് ആദ്യം കേൾക്കുന്നില്ലായിരുന്നു. അത് എന്റെ മാത്രം കുഴപ്പമാണോ മധു? അല്ല, എനിക്കും കുഴപ്പമായിരുന്നു. എനിക്ക് സ്കെയില് കേൾക്കാൻ. മൊത്തത്തിൽ ഒന്ന് ആ, അപ്പ് ചെയ്താലോ കുറച്ചുകൂടി strong. എന്നൊരു സംശയം. ക്യാപ്റ്റൻ പറഞ്ഞ അനുസരിച്ച് ഒന്ന് അപ്പി നോക്കിയാലോ? എഫ് ആക്കിയാലോ? കൊഞ്ചി 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 കിളിയേ പറന്നുവാ പറന്നു വന്നു കിളി ഇപ്പൊ. പറന്നുവാ പറന്നുവാ കൂട്ടിനുള്ളിൽ നീ ഹയസ്റ്റ് ഓൾട്ടിറ്റ്യൂഡ് എവിടെയാണ്? ഏറ്റവും ഹൈ പിച്ച് പോകുന്ന സ്ഥലം എവിടെയാ? ചിന്തൂരച്ചുണ്ടിൽ അതൊന്ന് പഠിക്കാം. ചിന്തൂരച്ചുണ്ടിൽ ആ. പഞ്ചാര ചിന്തും ആ. കുറുക്കിങ്കും കോതിപ്പങ്കും നുണഞ്ഞുണ്ണാൻ വാ. ആ. ഇപ്പൊ അപ്പൊ ഇത് കിട്ടുന്നുണ്ട്. Yes, ആര്യ? കിട്ടുന്നുണ്ട്. യെസ്. ഈ സ്കെയിലാണ് പാടേണ്ടത്. ഓക്കെ. അതിൽ പാടിയിരുന്നെങ്കിൽ എത്ര ഗംഭീരമായേനെ. ഇപ്പൊ ഗംഭീരം അല്ലെന്നല്ല, കുറച്ചുകൂടെ ഗംഭീരായനെ. ഉം. അതുപോലെ അത് പറയുന്നില്ലേ, ചിന്തൂര ചുണ്ടിൽ പഞ്ചാര ചിന്തും. ആ പഞ്ചാര ചിന്തുമല്ല, പഞ്ചാര ചിന്തും. ഉം. അത് കഴിഞ്ഞിട്ട് കുറുക്കിങ്കും അല്ലെ, കൊതിപ്പങ്കും. ഉം. അത് 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 കിങ്കും പന്തും പങ്കും ഇതൊക്കെ സ്ട്രെസ് ചെയ്ത് പാടിയാൽ നന്നായിരിക്കും. ഒന്ന് പാടിക്കേ. കുറുക്കിങ്കും കോതിപ്പങ്കും നുണഞ്ഞുണ്ണാൻ വാ. അതാണ് ചില വാക്കുകൾ, ചില അക്ഷരങ്ങളൊക്കെ നമ്മൾ കൂടുതൽ സ്ട്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ഉം. പാട്ടിന്റെ ഭാവം അങ്ങോട്ട് ഇങ്ങനെ ഒരു 360 ഡിഗ്രീസ് മാറും. ആ. അത് നമുക്ക് വളരെ നല്ലതാണെന്ന് തോന്നുന്നു. ആ. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ പാട്ട് റൈക്കക്കുട്ടി പാടുമ്പോഴത്തേക്ക് അതിനൊരു ക്യൂട്ട്നെസ് വരുന്നുണ്ട്. യെസ് യെസ് യെസ്. ഒരു Thank you. ആഡഡ് ഒരു ക്യൂട്ട്നെസ് വരുന്നുണ്ട്. താങ്ക് യു. ദാറ്റ് ഇസ് വെരി ബ്യൂട്ടിഫുൾ. ഒരു നിഷ്കളങ്കത ഫീൽ ചെയ്യുന്നുണ്ട് അതാണ് അല്ലേ? എല്ലാം. റൈക്ക എങ്ങനെയാണ് മാച്ചിങ് വിത്ത് കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? Marching with confidence. കോൺഫിഡൻസ് കേട്ടാ. നന്നായിട്ട് മുന്നോട്ട് പോട്ടെ കേട്ടാ. അസലായിട്ട് പോട്ടെ. We are with you. Okay? Okay. Hey. മിസ് റൈക്ക യെസ്. നന്നായിരുന്നു പാടിയത്. താങ്ക് യു. ശബ്ദം നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. താങ്ക് യു. നല്ല ക്യൂട്ട്നെസ്. ഇപ്പൊ പറഞ്ഞില്ലേ, ഉം. പാടുന്ന കേൾക്കാൻ ഒരു ക്യൂട്ട്നെസ് ഉണ്ട്. ഉം. റൈക്ക കാണാനും ക്യൂട്ടാണല്ലോ ഉം. അല്ലേ? ആ. പിന്നെ ആള് പാവാണല്ലോ. യെസ്. ദൈവത്തിനറിയാം. ആണോ? അല്ല, വീട്ടിൽ ഒരാളും കൂടി ഉണ്ടല്ലോ, അപ്പൊ റൈക്ക ആ. മഹാപാവാ. ആണല്ലേ? ഞാൻ இங்கேருந்து ஷூட் எல்லாம் கழிஞ்சிட்டு அங்கே போகிறது ரியாக்கு வந்து டான்ஸ் கிளாஸ் இருக்கு, டியூஷன் இருக்கு. ആഹാ. ரியா வந்து ப்ரைவேட் வேன்லையாக்குன்னு ஸ்கூலுக்கு போகிறோம். ஸோ இங்கேருந்து ரெஸ்ட் எடுக்கலாம்னு போனால் அங்கே என்ன ரியாவை டியூஷனுக்கு கொண்டு விட சொல்லுவா, டான்ஸ் கிளாஸ்க்கு கொண்டு விட அப்படியா? சொல்லுவா. நிறைய வேலை இருக்கா உனக்கு? ഓ, ഒരുപാട് நிறைய ജോലി. responsibilities இருக்கு. அப்போ நான் அவள்கிட்ட கேட்பேன், நான் இல்லைன்னா நீங்கள் எல்லாம் என்ன பண்ணுவான்னு சொல்லிட்டு. எல்லாமே நீங்க தான் பாத்துக்கிறது. ஆமாம். நல்ல விஷயம். இப்போ பாட்டுல வந்து எனக்கு நிறைய இடங்கள் பிடிச்ச இடங்கள் இருக்கு. தேங்க்யூ. இப்போ வந்து இப்போ உங்க பாட வச்சாங்களே, அந்த போர்ஷன்லாம் கொஞ்சம் கூட நல்லா ஆகணும். எனக்கு ஸ்ருதி எல்லாம் கொஞ்சம் கரெக்டாக ஹிட் ஆகணும்னு எனக்கு தோணுச்சு. ஓகே. ஓகே. அப்புறம் அந்த அனுபல்லவியில் சிங்காரமுத்து மணித்தத்தை அதெல்லாம் கொஞ்சம் ஸ்ருதி, குறுமொழி நின் அதெல்லாம் கொஞ்சம் ஸ்ருதி, நறுமுத்தே, லாஸ்ட் பல்லவியில் சாயுறங்கியோ எல்லாம் கொஞ்சம் ஸ்ருதி தான் கொஞ்சம் சேரணும்னு எனக்கு தோணுது. ஓகே. பேஸ் நாட் கூட கொஞ்சம் கிளாரிட்டி வேணும்னு தோணுது. ஓகே. இப்போ இங்கே வந்து பாடும்போது இந்த ஸ்ருதி கரெக்டாக நீங்கள் உங்களுக்கு மேட்ச் ஆகுதா இல்லையான்னு கரெக்டாக பார்த்துட்டு இங்கே வந்து பாடணும். ஓகே. இங்கே பாடினதுக்கு அப்புறம் பேசிட்டு பிரயோஜனம் இல்லையே. இல்லை. அதுக்கு முன்னாடி தானே அதெல்லாம் யோசிக்கணும் ஆமாம். இல்லையா? ஆமாம். ஆமாம். இப்போ வந்து இந்த காம்படிஷன் கொஞ்சம் டைட்டாக தான் வந்துட்டு இருக்கு. ஆ. இனிமேல் நம்ம கண்டபடி எல்லாம் மார்க்கெல்லாம் போட மாட்டேன். மழையெல்லாம் பெய்ய மாட்டேன். கொஞ்சம் ஸ்ட்ரிக்டாக தான் கொடுப்பேன். ஓகே ஓகே ஓகே. ஓகே. ஆல் தி பெஸ்ட். தேங்க்யூ. റൈക്ക, നെക്സ്റ്റ് ടൈം வந்து 2 കാര്യങ്ങൾ നല്ല അടിപൊളിയായി പാത്തുക്കണം. ஓகே. ഫസ്റ്റ് വൺ ഇസ് அந்த വേർഡ്സോட ക്ലാരിറ്റി. ഓക്കെ. ഓക്കെ, വെൻ യു സിംഗ് ഓരോ അക്ഷരം ഇങ്ങനെ പെറുക്കി എടുക്കാൻ പറ്റണം. അപ്പൊ அந்த ക്ലാരിറ്റി ഇരിക്കണം. 1. 2 മൈക്ക് പൊസിഷൻ. ഓക്കെ. എന്താ പറയാ, മൂക്കിന്റെ അടുത്തേക്ക് പോകരുത് അധികം.
അതുപോലെ വായിന്റെ അടുത്തേക്ക് താഴോട്ടും ചെയ്യരുത്. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ മൂക്കിന്റെ മാറിക്കൊണ്ടിരിക്കുമ്പോ അവിടേക്കും പോരുത്, താടിയുടെ അവിടേക്കും പോരുത്. താഴേക്കും പോകരുത്. ഇടയിൽ ഇങ്ങനെ ഇതിങ്ങനെ പോണുണ്ട് റൈക്ക ബേബി പാടുമ്പോ. അപ്പൊ ഇവിടുന്ന് കേൾക്കുമ്പോഴത്തേക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ചേഞ്ച് വരും കേൾക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ. അപ്പൊ വീട്ടിൽ നിന്ന് പാട്ട് പാടുമ്പോ പറ്റുമെങ്കിൽ കയ്യിൽ എന്തെങ്കിലും ഒരു മൈക്ക് പോലെ എന്തെങ്കിലും പിടിച്ചിട്ട് நான் அது பிடிச்சுன்னு தான் பாடுறேன். ஆனா இந்த மைக்கோட வெயிட் அங்க வருது. ஆமா அப்படியா? தெரியுது. அப்போ டம்பல்ஸ் எல்லாம் எடுத்து எக்ஸசைஸ் பண்ணுங்க. ஆமா எக்ஸசைஸ் தான் பண்ணணும் அதுக்கு. ஓகே இந்த 2 விஷயங்கள் பார்த்துக்கணும். ஓகே அவ்வளவுதான் ரைக்கா பேபி. அது கொஞ்சம் இம்பார்ட்டன்ட் தான், ஓகே அதுக்காக சொல்றேன். ஓகே, ஓகே. ரொம்ப அழகா பாடினா நல்லா இருக்குடா. செல்லம் அடிபொலி, Thank you. எல்லாம் அடிபொலி. தேங்க் யூ. ഓക്കെ റൈക്കക്കുട്ടി, ആ നെക്സ്റ്റ് പെർഫോമൻസുക്ക് മാർക്ക് ഇപ്പോഴേ കൊടുക്കറേ. அது எப்படி? 99 on 100 நெக்ஸ்ட் பெர்ஃபார்மன்ஸுக்கு நெக்ஸ்ட் பெர்ஃபார்மன்ஸ். ஓகே அந்த மாதிரி கிடைக்கணும். ஓகே. அதனால ஆ அப்போ அது ஃபோக்கஸ் பண்ணி திரும்பி வரணும். ஓகே. இப்போ வந்து மார்க் 96.5 on 100. കഞ്ചി കഞ്ചി കിളിയേ പറന്നുവാ. അപ്പൊ റൈക്കക്കുട്ടി ഇത് ഈ റൗണ്ടിലെ ഫസ്റ്റ് മാർക്കായിരുന്നു. ഇപ്പൊ ഒന്ന് മനസ്സിലായില്ലേ എങ്ങനെയാണ് മാർക്കിംഗ് സിസ്റ്റം ഒക്കെ ഉള്ളത്, എങ്ങനെയാണ് ജഡ്ജസ് പറയാന്നൊക്കെ ഉള്ളത്. ഇതൊക്കെ കണ്ട് നമ്മൾ അടുത്ത പ്രാവശ്യം എന്ത് ചെയ്യണം? 100 അടിക്കണം. 100 അടിക്കണം. ഓൾ ദി ബെസ്റ്റ്. ബൈ ബൈ. ബൈ. ചാച്ചിക്കോ 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 ചാച്ചിക്കോ. ആര്യ ചേച്ചി, ഓ നമ്മുടെ കോമ്പറ്റീഷൻസ് ഭയങ്കര ടൈറ്റ് ആയി നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. നമ്മൾ പറഞ്ഞു മുന്നത്തെ പോലെയല്ല, അടുത്ത സ്റ്റേജിലേക്ക് വന്നപ്പോൾ കുറച്ചുകൂടി ടഫ് ആയിട്ടാണ് നമ്മുടെ കോമ്പറ്റീഷൻസ്. വളരെ ശരിയാണ്. അതെ, അപ്പൊ അതിനനുസരിച്ചുള്ള ഇമ്പ്രൂവ്മെന്റ്സും നമുക്ക് കാണുന്നുണ്ട്. പക്ഷെ മത്സരമൊക്കെ കുറച്ചുകൂടെ മത്സരത്തിന്റെ രീതികളൊക്കെ ഒന്ന് മാറി. അപ്പൊ അതിന്റെ ഒക്കെ ഇടയിൽ നമ്മളെല്ലാരും ടെൻസ്ഡ് ആയിട്ടിരിക്കുകയാണല്ലോ. ആ ടെൻഷനൊക്കെ ഒന്ന് മാറ്റാൻ, ഒന്ന് സമാധാനാവാൻ ടോപ്പ് സിംഗറിൽ ഫ്രീ ആയിട്ടൊരു മരുന്ന് കൊടുക്കുന്നുണ്ട്. ആ അത് ഒരെണ്ണം എടുക്കട്ടെ? വരട്ടെ. എടുക്കട്ടെ, ഉറപ്പല്ലേ? 3 പേർക്കും എടുക്കട്ടെ. എടുത്തോളൂ. പിന്നെ വേണ്ടാന്ന് പറയരുത്. ഓക്കെ, ലെറ്റ്സ് വെൽക്കം ജസക്കുട്ടി ഓൺ സ്റ്റേജ്. അമ്മൂമ്മയോ? ആ സുന്ദരി ചേച്ചിയെ വന്നിട്ട് അമ്മൂമ്മന്ന്. ആ അതെ, എന്നെ അമ്മൂമ്മേനെ പോലെ ജിനിച്ചേട്ടൻ ഇത്തവണ ഡ്രസ് മാറ്റിയേ. ഇതാണോ അമ്മൂമ്മ? അമ്മൂമ്മയല്ല. ചട്ടയും മുണ്ടും. ചട്ടയുമുണ്ടോ? ഇതിപ്പോ മാളികപ്പുറമായിട്ട് ശബരിമല പോകുന്നുള്ളൂ. ഞാനോ? ആ അതുപോലെ ഉണ്ട് ഞാൻ കണ്ടിട്ട്. നോക്കാം. മുണ്ട് മാത്രം അങ്ങനെയൊക്കെ ഉണ്ട്. ഇനി ഒരു കെട്ട് കെട്ടിയാ മതി, ബാക്കിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് നാടോടി നൃത്തം പോലെ തോന്നുന്നുണ്ട്. അതിനാണ് ഉണ്ട്. ഇങ്ങനെ തൊടുപ്പിടുക. ആ, അത് കൊള്ളാം. LP സ്കൂളിലെ അത് ഈ മുണ്ട കൊടുത്തോണ്ട് വന്നിട്ട് അയല പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്, കോടമ്പുളിയിട്ട് വെച്ച് നല്ല ചെമ്മീൻ അതൊക്കെ മനസ്സിലായി. കറിയുണ്ട്. അതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി. അതൊക്കെ അറിയാം ഇവിടെ. ആ. എന്തുകൊണ്ട് വിശേഷം? അതാ ഞാൻ ആദ്യം ചോദിക്കാൻ വന്നേ. അത് നമ്മൾ എന്താണ് അങ്ങോട്ട് വിശേഷം? ചോദിക്കണ്ടല്ലേ? നിങ്ങൾ എന്നോട് ചോദിച്ചില്ലല്ലോ. വാട്ട് ഇസ് ദ വിശേഷം? എന്താണ് പുതിയ വിശേഷങ്ങൾ? വാട്ട് ഈസ് ദ വിശേഷം? ആ പറഞ്ഞോ. ഞങ്ങൾക്ക് മലയാള പുരസ്കാരില്ലേ, ആ. ആ ഞങ്ങൾക്ക് കിട്ടിയ അവാർഡ്. എവിടുന്ന്? മലയാള പുരസ്കാരം. ആർക്ക്? ആ മലയാള പുരസ്കാരം എനിക്ക്. ആണോ? ബേബിക്ക്. ആ എവിടുന്നാ കിട്ടിയത്? എറണാകുളം. എറണാകുളത്തുനിന്ന്. ഓ, ഓക്കെ. അതിന്റെ മലയാള പുരസ്കാരം എന്ന് പറഞ്ഞാൽ എന്താ? മലയാളത്തിലെ ബെസ്റ്റ് ബേബി, ബേബി അതാണോ? എന്തൊക്കെയാ ചോദിക്കുന്നേ? അപ്പൊ എന്താ മനസ്സിലാവാഞ്ഞിട്ടാ? അവൾക്കറിയുന്ന കുറച്ച് കാര്യങ്ങൾ അവള് എന്തിനാണ് അവാർഡ് പറയും. കിട്ടിയത്? എന്ത് കാര്യത്തിനാ? അതിനപ്പുറത്തേക്കൊന്നും ചോദിക്കരുത്. അതില്ലേ ആ. ഞങ്ങളുടെ സീരിയലില്ലേ, ആ അതിനകത്ത് ചെയ്തത് കൊണ്ട് പിന്നെ ഞങ്ങൾക്ക് കുറച്ച് പരസ്യങ്ങൾ കിട്ടിയേ. ഏതൊക്കെയാന്ന് പറയട്ടെ? ആ. സ്കൂബിഡയുടെ, പിന്നെ ഉം. ഒരു ഗവൺമെന്റിന്റെയും ഒരു പരസ്യം, അങ്ങനെ കുറെ കിട്ടിയേ. ആ ഗവൺമെന്റിന്റെ പരസ്യമില്ലേ, അത് ഇവിടെ ഒക്കെ സർജറി ചെയ്ത് കഴിഞ്ഞിട്ട് വരുന്ന പോലെയൊക്കെയാണ് അഭിനയിച്ചത്. ആ ആ. ഇവിടെ മുറിവൊക്കെ ഇങ്ങനെ ചേച്ചേ മേക്കപ്പ് ചെയ്തേ. ആ. എന്നിട്ട് അത് വലിച്ചപ്പോ ഇങ്ങനെ. ശരിക്കും ഓ. നേരിച്ചോ? അപ്പൊ മോഹൻലാല് അങ്കിളൊക്കെ എങ്ങനെയായിരിക്കും? കഷ്ടപ്പെടുന്നുണ്ടാവുക. ഓ, അത് ഓർത്തു അപ്പൊ രസം ഓർത്തു. സത്യം. അതിനാണോ മലയാള പുരസ്കാരം കിട്ടിയത്? എന്തായിരുന്നു ചേച്ചിയോട് ചോദിക്കട്ടെ. ബഹുമുഖ പ്രതിഭ എന്ന് പറഞ്ഞിട്ടാണ് മലയാള ഭാഷാ പുരസ്കാരം. ആ. അപ്പോ സീരിയല്, സിനിമ, ആർട്സ്, അങ്ങനെ മൊത്തം കൂടെ നോക്കിയിട്ട്. ആർട്സ് കാറ്റഗറിയിൽ അല്ലേ? ആ. ഓ ശരി ശരി. മിടുക്കി. അതിനൊരു സംശയമില്ലല്ലോ, മൾട്ടി ഫേസ്ഡ് ജീനിയസ് അല്ലേ? അതെ, അതെ, അതെ. Congratulations. Congratulations, അടിപൊളി അടിപൊളി. Congrats. എന്നിട്ടില്ലേ ഉം. ഇച്ചിരി കഴിഞ്ഞിട്ട് നമുക്ക് കുസൃതി ചോദ്യം കൂടി ഇടയ്ക്ക് കേട്ടണം. ഇടയ്ക്ക് കുസൃതിയോ? കേറ്റാം. ആ. കുസൃതി ചോദ്യം. അതെന്താ കുസൃതി? എല്ലാം അറിയണം അല്ലേ? അറിയണം, എനിക്ക് അറിഞ്ഞാൻ പറ്റും. യെസ്, കുസൃതി ചോദിച്ചു. കടങ്കഥ. കടങ്കഥ. ആ. ഇപ്പൊ ചോദിച്ചോ? ചോദിച്ചോ. ഒരു ചേട്ടൻ ഒരു സ്ഥലത്ത് പെട്ടിയെടുത്തേക്കുമായിരുന്നു. ഉം. പെട്ടി എടുത്തോ? എന്നുവെച്ചാ ഒരു സാധനം ഇല്ല അവിടെ.
പെട്ട് കിടക്കുമായിരുന്നു. പെട്ട് കിടക്കായിരുന്നു എന്ന്. ആ. എന്നുവെച്ചാ അവിടെ ഒന്നുമില്ല. ആ ചേട്ടന്റെ കയ്യില് എലിയുണ്ട്. ചേട്ടന് വിശക്കുക. ചേട്ടൻ വെജിറ്റേറിയനാ. എന്ത് ചെയ്യും ചേട്ടൻ? എല്ലാം തിന്നും. എലിയുണ്ട്. എലിയാണോ? ഓ എലി ചള്ളാണേ. ചള്ളാണോ? ചള്ളു ക്വസ്റ്റ്യനാ. അവള് തന്നെ ഒരു ചള്ളു ക്വസ്റ്റ്യൻ. ചള്ളു ക്വസ്റ്റ്യൻ. ആ എനിക്കറിയാം ഇത് ചേച്ചിക്ക് അതെന്താ- കൂടുതൽ അതെന്താ- ബുദ്ധിയുണ്ട്. അതെന്താ means? കേട്ടിട്ടുണ്ട്. അപ്പൊ ഉത്തരം പറഞ്ഞോ. ആരും പറഞ്ഞില്ല, ഞാൻ പറയട്ടെ. പക്ഷെ അത് വേറൊരു ഇതാക്കിയാണ്. ഞാൻ പറയാം. ആൻസർ അപ്പൊ ഇടിച്ച് പരിപ്പാക്കും എലിനെ. എന്നിട്ട് ആ പരിപ്പ് എടുത്ത് ചേട്ടൻ തിന്നും. എലീനെ ആ ശരി. ആ പരിപ്പ് കുടിക്കും. ഞാൻ പറഞ്ഞില്ലേ ചള്ളു അപ്പൊ പരിപ്പെടുത്ത് ചുമ്മാ പരിപ്പെടുത്ത് ചുമ്മാ പരിപ്പെടുത്ത് തിന്നാൻ പറ്റുമോ? അങ്ങേർക്ക് വിഷം ഇരിക്കുമല്ലേ? വേണ്ട പുള്ളിക്ക് വിഷം ചോദ്യം പറഞ്ഞില്ലേ? ഓ അങ്ങനെ. അത് ചള്ളു ചോദ്യമാണ്. ഈ എലി ഇടിച്ച പരിപ്പ് കിട്ടൂ? എന്തിനു ഇടിച്ചാലും പരിപ്പ് കിട്ടും. ചിലപ്പം കഥയിൽ ചോദ്യമില്ല. അതെ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ പാട്ട് അയല, പൊരിച്ചതുണ്ട്, കരിമീൻ, വറുത്തതുണ്ട്, കൊടമ്പുളിട്ടൊച്ച, ഇട്ടുവച്ച, നല്ല എന്തുണ്ട്? ചെമ്മീൻ കറിയുണ്ട്. തുമ്പപ്പൂ, ചെറുമണി. എല്ലാം കൂടി ഇപ്പൊ പാടണോ? ഇപ്പൊ ചെറുമണി, ചോറുണ്ട്, ഉപ്പിലിട്ട മാങ്ങയുണ്ട്, ഉണ്ണാൻ വാ, മച്ചുണ്ട്. ഈ അയല എന്ന് പറഞ്ഞില്ലേ, അയല ഫിഷ് അല്ലേ? അതിന് ഇംഗ്ലീഷ് എന്താ? ഫിഷ്. ഫിഷ്. അയല എന്ന് പറഞ്ഞ ഫിഷിന്റെ ഇംഗ്ലീഷ് എന്താ? ഫിഷ്. അറിയത്തില്ല. ഫിഷ് എന്ന് പറഞ്ഞ മീനല്ലേ? അയലക്ക് ഒരു പേര്. ക്ലൂ കൊടുക്കേ. ടെസ്സക്കുട്ടിയുടെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ ടെസ്സക്കുട്ടി ഉടനെ പറയണം ഐ എം എ ഗേൾ എന്ന് പറഞ്ഞാൽ ശരിയാവോ? ഐ എം ടെസ്സ എന്നല്ലേ പറയുന്നത്. അതുപോലെ അയല എന്നുള്ള ഞാൻ പറയട്ടെ, അയലയുടെ പേര് ഞാൻ കിട്ടൂന്നിടാം. തൽക്കാലം കിട്ടൂന്നിട്ടേക്കാന്ന്. അതാണ് നമുക്ക് എളുപ്പം കേട്ടോ. അടിപൊളിയായിരുന്നു. അടിച്ചു പൊളിച്ച് തോറ്റു. അതൊക്കെ പറഞ്ഞു കൊടുത്തേക്ക്. ഇത് ഇന്ത്യൻ മാക്കറൽ. ഇന്ത്യൻ കരിമീനിന്റെ ഇംഗ്ലീഷ് എന്താ? ബ്ലാക്ക് ഫിഷ് എന്നായിരിക്കും അല്ലേ? ബ്ലാക്ക് ഫിഷ്. ബ്ലാക്ക് ഫിഷ്. പേൾ സ്പോട്ട് ആണ്. എന്താണ് അതിന്റെ പേര്? അത് കേട്ടിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കിയല്ല. അത് ശരിക്കും ഉള്ളതാണ്. അപ്പൊ നമുക്ക് പാടണ്ടേ? അതെ. ഇത് കേട്ടിട്ടെ വെറൈറ്റി ഒരു സാധനം ഉണ്ടേ. ആ. കളരിയും ക്ലാസിക്കലും ബോളിവുഡും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള സാധനം. അതെങ്ങനെയാ? ഇപ്പൊ ആദ്യം പാട്ട് കേട്ടിട്ട്. ഓക്കെ. അയല പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്, കൊടംപുളിയിട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്. അയല പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്, കൊടംപുളിയിട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്. അയല പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്, കൊടംപുളിയിട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്. തുമ്പപ്പൂ നിറമുള്ള ചെറുമണിച്ചോറുണ്ട്, തുമ്പപ്പൂ നിറമുള്ള ചെറുമണിച്ചോറുണ്ട്, ഉപ്പിലിട്ട മാങ്ങയുണ്ട്, ഉണ്ണാൻ വാ മച്ചുനനെ, ഉപ്പിലിട്ട മാങ്ങയുണ്ട്,
സൂപ്പർ സൂപ്പർ. ഞങ്ങളൊക്കെ കൊതിപ്പിച്ച് കളഞ്ഞല്ലോ ഞങ്ങളെല്ലാം. അയ്യോ ആ ഭരണിയിൽ എന്താ? അതെ, ഉപ്പിലിട്ടത്. ഭരണിയില് ഉപ്പിലിട്ട മാങ്ങ, ആ നെല്ലിക്ക, നെല്ലിക്ക, കത്തിരിക്ക അല്ലേ, ആ, എല്ലാം ഉണ്ട്. ആരി ചേച്ചിക്ക് കൊതി വരുന്നു. വരുന്ന ആര് ചേച്ചി? ആ വേണ്ട പൊക്കോ, അവിടെ നിന്നാ ഞാൻ കഴിച്ചു. വേണ്ടെങ്കി വേണ്ട, ഞാൻ നോക്കട്ടെ. രസകുടി, ദാ, തൊട്ടടുത്ത് നിൽക്കുന്ന ആരാണ്? ഉപ്പിലിട്ട മാങ്ങയാണോ? ഉപ്പിലിട്ട മാങ്ങയല്ലേ എന്റെ അനിയറ? കണ്ണിമാങ്ങ. എവിടേക്കാ ചിന്ത പോകുന്ന മധു സാറിന്റെ? ഉപ്പിലിട്ട മാങ്ങയാണോ എന്ന് ചോദിച്ചില്ലേ? കുഞ്ഞു പറഞ്ഞ പേരെന്നാന്ന് പറഞ്ഞേ? ശിവ. ഇത്തിപ്പോരല്ലേ ഉള്ളൂ. നോക്കിക്കോ എങ്ങനെയുണ്ടെന്ന്. അല്ല എത്ര വയസ്സ് വ്യത്യാസമുണ്ട് രണ്ടുപേരും? ഇതിന് 4 വയസ്സ്, 4 വയസ്സ് കരയാറായി. കരയാറായി. ടെസ ബേബിക്കോ? ഇത് എനിക്ക് 7 വയസ്സ്. 7 വയസ്സ്. അപ്പൊ ഭയങ്കര ഡിഫറൻസാ. അതെ അതെ, വലിയ ഡിഫറൻസാ. 5 years വ്യത്യാസം. 5 years എന്തൊക്കെ പറയുന്നു? എന്തൊക്കെ പറയുന്നേ? മാത്സിന് ലോ ആണല്ലേ? ആ മാത്സ്. MJ സാർ എഞ്ചിനീയറിംഗും തോറ്റതാ. കണ്ടോ, കഷ്ടക്കാരും ഇരുന്ന് ചിരിക്കുക. ഞാൻ തോറ്റുപോയി ഇടയ്ക്ക്. എന്ത് ചെയ്യാൻ പറ്റും? അതാ ഞാൻ പറഞ്ഞത്. എന്നിട്ട് ആ ഐറ്റം കാണിച്ചു തരട്ടെ. അത് കാണിക്കാം. കളരി, ക്ലാസിക്കൽ അത് ഡാൻസ്, കാണിക്കും. പിന്നെ വോളിബോൾ. Yes. സൂപ്പർ സൂപ്പർ, അടിപൊളി. എന്തൊരു ടാലന്റഡ് ആ നമ്മുടെ ടെസ ബേബി. സോ ടാലന്റഡ് ടെസ ബേബി, സോ ടാലന്റഡ്. അതെ 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 അതെ. മക്കളില്ലേ, അടുത്ത തവണ വരുമ്പരേ എനിക്ക് ഈ റാപ്പ് സോങ് പാടണമെന്ന് ഇഷ്ടല്ലേന്നോ? ആ റാപ്പ് സോങ് പാടുന്നത് വേടൻ ചേട്ടനോട് ചോദിച്ചേ. അടുത്ത തവണ കളിക്ക് പാടണേ, അതിന് വേണ്ടി സെറ്റ് ചെയ്ത് വെക്കണേ. മധുചേട്ടൻ അടുത്ത തവണ റാപ്പ് പാടാം. പഠിപ്പിക്കോ? ഓക്കെ, ഞാൻ പാടാം. ഈ എം ജംഗിൾ ഞാനിവിടെ ഇല്ല. ഞാനിവിടെ ഇല്ല. ഇല്ല ഇല്ല, യു ആർ ദി ബെസ്റ്റ്. പോരെ, യു ആർ ദി ബെസ്റ്റ്, വെരി ബെസ്റ്റ്. അതല്ല ചെയ്യാൻ പറഞ്ഞേ. പിന്നെ ഈ കളരി ഞാൻ എം ജംഗിളിനോട് പഠിപ്പിച്ച എം ജംഗിൾ എനിക്ക് ഫ്രീ ആയിട്ട് എനിക്ക് പാട്ട് പഠിപ്പിച്ചു തരണം. ഫ്രീ ആയിട്ട് പാട്ട് പഠിപ്പിച്ചു തരാം, പക്ഷെ കളരി എന്നെ കൊണ്ട് പറ്റും. അത് ശരിയാ, സൂപ്പർ ആക്കാം. ആണോ? നമുക്ക് അതൊക്കെ എന്നെ ഇവിടുന്ന് പെറുക്കി എടുത്തോണ്ട് പോകണം. ആംബുലൻസ് വിളിച്ചിട്ടുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞല്ലേ. അത് റെഡിയാണല്ലോ. ആംബുലൻസ് ഇപ്പോഴും നിൽക്കുന്നുണ്ട്. ഇപ്പോഴും നിൽക്കുന്നുണ്ടോ? എം ജംഗിളിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എന്തായാലും പാട്ട് കലക്കി, ഡാൻസ് അനിയന്റെ അഭിനയം കലക്കി. മിടുക്കനായിരുന്നു. അതെ, അനിയൻ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ടില്ലായിരുന്നു, അതുകൊണ്ട് വൈകുന്നേരം ഒരേ ഭക്ഷണം തന്നെ എടുത്ത് കഴിച്ചു. തന്നെ എടുത്ത് കഴിച്ചു. കൊള്ളായിരുന്നോ? മീൻ കറി കൊള്ളായിരുന്നോ? ശിവ ഒരു മടിയം വറുത്തതായിരുന്നു. ജീവയായിരുന്നോ? നമ്മള് ശിവ ശിവ മീൻ കറി ഇഷ്ടപ്പെട്ടില്ല. സത്യം പറയാലോ, മറ്റേ കണ്ടിട്ടില്ലേ? ഡമ്മിയാണോ? ഒരു സിനിമയ്ക്കകത്ത് കണ്ടിട്ടില്ലേ? സത്യം പറയാലോ, വായ വെക്കാൻ കൊള്ളത്തില്ല. എന്താ ടെസ ഉണ്ടാക്കിയത്? കൊള്ളില്ല എന്നാണല്ലോ പറയണത്. ഞാൻ ഉണ്ടാക്കിയതല്ല, ഞാൻ ഉണ്ടാക്കിയതാ. ശരി, എന്തായാലും കൊള്ളാം ടെസ ബേബി. ഇച്ചിരി കഴിഞ്ഞിട്ട് അത് കൊള്ളാന്ന് പറയാം. അല്ല എന്തായാലും പാട്ട് പാടി നമ്മളെയൊക്കെ കൊതിപ്പിച്ചു. നീ വീട്ടിൽ പോയിട്ട് അത് തന്നെ കഴിക്കണേ. കഴിക്കും ഉറപ്പായിട്ടും. തുമ്പപ്പൂ ചോറും പിന്നെ അയല പൊരിച്ചത്, കരിമീൻ വറുത്തത്, മൂക്കാത്ത മുരിങ്ങൊക്കെ എല്ലാം കഴിക്കും ഞാൻ. ഓക്കെ, എല്ലാം കഴിക്കണേ. അപ്പോ നമ്മളെ എല്ലാവരെയും കൊതിപ്പിച്ച ടെസ ബേബിക്ക് നന്ദി.
നന്ദി. നന്ദി. നന്ദി. നമസ്കാരം. വീട്ടിൽ നമസ്കാരം. പൊക്കോ. പോരട്ടെ, അങ്ങനെ ഒരു ജീവ മധുരമഴ. മധുരമഴ മിഠായി മഴ മധുരമഴ മിഠായി മഴ മധുരമഴ മിഠായി മഴ എനിക്ക് അവിടെ നിന്ന് നീക്കാൻ പറ്റണില്ല. ഇത് പറഞ്ഞ എടുത്തോട്ടെ. ചേച്ചിയുടെ ആണോ? ഓ പരിപാടി കൊള്ളാം. സൂപ്പറാ ചേച്ചി. ഈ ഒരു വിചാരമല്ലേ ഉള്ളൂ. വേണം തോന്നുന്നുണ്ടായിരിക്കും അല്ലേ? പോവാൻ പറ്റുന്നില്ല. ടാറ്റാ. ബൈ. ബൈ, ഗുഡ് നൈറ്റ്. കേൾക്കുമ്പോ തന്നെ ഒരു വിശപ്പുണ്ടാക്കണ പാട്ടിലെ വായിലൊക്കെ വെള്ളം നിറഞ്ഞു. അയല പൊരിച്ചത്, കരിമീൻ വറുത്തത്, പിന്നെ എന്താ കൊടംപുളി ഇട്ട് വെച്ച ചെമ്മീൻ കറി. എന്തെല്ലാം കറിയല്ലേ? നോൺ വെജ് മാത്രമല്ല, വെജും ഉണ്ട്. അവിയല്, സാമ്പാർ, പുളിശ്ശേരി, പച്ചടി, കിച്ചടിയും എല്ലാം ഉണ്ട്. അതെ. ഞാൻ ആലോചിക്കുന്ന ഇങ്ങനൊരു പാട്ട് എഴുതുന്നതിനെ പറ്റിയാണ്. ഒരു സിറ്റുവേഷന് അതെ 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 അതെ. ഈ നമ്മുടെ കറികളും എല്ലാം ചേർത്ത് ഒരു പാട്ട്, അത് തീർച്ചയായിട്ടും തമ്പി സാറിന് ഒരു വലിയൊരു നമസ്കാരം കൊടുക്കണം. സത്യം, ഉറപ്പായിട്ടും. അതുപോലെ അതിൻ്റെതായിട്ടുള്ള ആ എഴുത്തിന്റെ പോലെ തന്നെ ഈണോ എംഎസ്വി സാറിന്റെ, അതെ അതെ. അതൊരു അത്ഭുതമായിട്ട് തോന്നിയിട്ടുണ്ട്. നല്ല നന്നായിട്ട് ബ്ലെൻഡ് ആയിട്ടുണ്ട് രണ്ടും കൂടി, അല്ലെ? വരികളും അതിന്റെ സംഗീതവും. പക്ഷെ ഈ പാട്ട് കേട്ടപ്പോ എനിക്ക് ശരിക്കും ഓർമ്മ വന്നത് എന്താന്ന് പറയട്ടെ. എന്താ? നമ്മൾ പുറത്തൊക്കെ പോകുമ്പം ഇങ്ങനെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ടാവില്ലേ, വീട്ടിലെ ഊണ് എന്ന് പറഞ്ഞിട്ട് ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവില്ലേ, അതെനിക്ക് ഓർമ്മ. നമ്മുടെ ചേച്ചിമാർക്കുണ്ട് ഇതുപോലെ കുടുംബശ്രീ യൂണിറ്റ്. ഞാൻ മിക്കപ്പോഴും അവിടുന്ന് ഭക്ഷണം കഴിക്കാറുണ്ട്. നല്ല ടേസ്റ്റി നല്ല ക്വാളിറ്റി ഉള്ള ഫുഡാണ്. മധുമക്കളെ, ഇത് മാത്രല്ല, ഇത് കൂടാണ്ട് 5 ജില്ലകളിൽ കുടുംബശ്രീ പ്രീമിയം റെസ്റ്റോറന്റുകളും ഉണ്ട്. കുടുംബശ്രീ പ്രീമിയം റെസ്റ്റോറൻറ്റ്സ് ബാക്കി ഡിസ്ട്രിക്ട്സിലും കൂടെ വരാൻ പോവാ ഇപ്പൊ. അതെ. പിന്നെ വേറൊരു കാര്യം അറിയോ? 3.16 ലക്ഷം ആളുകൾക്കാണ് കുടുംബശ്രീ വഴി ഉപജീവന മാർഗം ലഭിച്ചിരിക്കുന്നത്. അതൊന്നും കൂടാതെ സൂക്ഷ്മ സംരംഭ മേഖലകളിൽ കുടുംബശ്രീ ആരംഭിച്ചത് 1,54,511 സംരംഭങ്ങളാണ്. ശരിക്കും വലിയൊരു കാര്യം തന്നെയല്ലേ കുടുംബശ്രീ ചെയ്യുന്നത്. എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനുണ്ട് ഭാനുപ്രകാശ് എന്ന് പറഞ്ഞിട്ട്, കോഴിക്കോടാണ്. നല്ലൊരു പാട്ടുകാരനാണ് ഭാനു. അപ്പോൾ ഭാനുവിൻ്റെ വീട്ടിൻ്റെ തൊട്ടപ്പുറത്ത് കുടുംബശ്രീയുടെ ഒരു ചെറിയൊരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അവിടെ പോയി ചായ, അതുപോലെ പഴംപൊരി, അതുപോലെ പരിപ്പുവട, ഇതൊക്കെ കഴിക്കുന്നത് ഭയങ്കര രസമായിരുന്നു. അപ്പോൾ ചേച്ചിമാരൊക്കെ ഉണ്ടാക്കി തരും. നമ്മളെ വീട്ടിൽ കഴിക്കുന്ന പോലുള്ള അതാണ് കുടുംബശ്രീയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. യെസ്. അതുകൂടാതെ 19,470 കുടുംബശ്രീ ADSകൾക്ക് പ്രതിമാസം പ്രവർത്തന ഗ്രാൻഡായിട്ട് 1000 രൂപയും കൊടുക്കുന്നുണ്ട്. അങ്ങനെ കേരളം മൊത്തം നല്ല നല്ല കുടുംബശ്രീ സംരംഭങ്ങളുമായി നിറയട്ടെ. യെസ്, എല്ലാം അടിപൊളിയാവട്ടെ. എന്തോ നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോകാം. ഓക്കെ. ആര്യ ചേച്ചി, യെസ്, ഇനി ആര്യ ചേച്ചിക്ക് ഇഷ്ടമുള്ള റൗണ്ടാണ്. പെർഫോമൻസ് റൗണ്ട് ആണ് വന്നിരിക്കുന്നത്. ഇവിടെ പെർഫോം ചെയ്ത് തകർക്കാനായിട്ട് ഒരാൾ ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ്, മൊത്തത്തിൽ റെഡി ആയിട്ടിരിക്കുകയാണ്. റിയാൻ കുട്ടനാണ് എത്തുന്നത്. ലെറ്റ്സ് വെൽക്കം റിയാൻ ഓൺ സ്റ്റേജ്. റിയാൻ കുട്ടന് മുണ്ടുടുക്കാനാണോ ഏറ്റവും ഇഷ്ടം? അല്ല, അങ്ങനത്തെ പാട്ട് കിട്ടുന്നതുകൊണ്ടാ എപ്പോഴും. അതുകൊണ്ടാണ് മുണ്ടുടുക്കുന്നത്. സുന്ദര, എന്തോ സാർ, ഞാൻ അറിഞ്ഞ ഒരു കഥയൊക്കെ അറിഞ്ഞു കേട്ടോ. എന്താ? ചാറ്റ് GPT അല്ലേ? എല്ലാവരും അറിഞ്ഞോ? അറിഞ്ഞ മിക്കവരും അറിഞ്ഞു, ഞാൻ മാത്രമേ ഇവിടെ അറിഞ്ഞിട്ടുള്ളൂ. പറയോ? ഒരു കോമഡി കേട്ടോ, ഭയങ്കര കോമഡി. ആണോ? എന്താണത്? എന്താണ്? ഞാനേ ഇന്നലെ AI നോക്കുവായിരുന്നേ. AIനോട് ഞാൻ പറഞ്ഞ എന്താന്നറിയോ? 3 ദിവസം കഴിഞ്ഞിട്ട് കാണാം, നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേന്ന്. ചാറ്റ് GPT എടുത്ത് പറഞ്ഞു. അന്നേരം ചാറ്റ് GPT പറഞ്ഞു, ഓൾ ദ ബെസ്റ്റ്, നല്ല വെള്ളമൊക്കെ കുടിക്കണം എന്ന് പറഞ്ഞു. ഹൈയൊക്കെ നന്നായിട്ട് ലെവൽ ചെയ്യണം, ബ്രത്തൊക്കെ നന്നായിട്ട് എടുക്കണം ഇന്ന് ആരൊക്കെയാ വന്നിട്ടുള്ളതെന്നറിയോ? എന്റെ വല്യമ്മ, പിന്നെ വല്യച്ഛൻ, പിന്നെ എന്റെ ചേട്ടനും ചേച്ചിയും വന്നിട്ടുണ്ട്. വല്യമ്മയ്ക്ക് ഹായ്, വല്യച്ഛന് ഹായ്, പിന്നെ ചേട്ടനും ഹായ്, എല്ലാവർക്കും ഹായ്. 2003 ഒരു സിനിമ റിലീസ് ആയിട്ടുണ്ട്. ആ സിനിമയാണ് ബാലേട്ടൻ. ആ ബാലേട്ടനില് സംഗീത സംവിധാനം ചെയ്ത ഒരു കുട്ടേട്ടൻ. അന്നേരല്ലേ
എനിക്ക് എന്താ ഓർമ്മ വരണെന്നറിയോ, ആ. മഞ്ഞുമൽ ബോയ്സിൽ കൂട്ടേട്ടാന്ന് വിളിക്കണല്ലേ. ഇതില് ബാലേട്ടാ എന്ന് വിളിക്കുന്നുണ്ട്. ആ ശരിയാ. Yes. അന്ന് ഇല്ലേ ബാലേട്ട ബാലേട്ട എന്നുള്ള പാട്ട് അതിന്റെ മോൻ നന്ദു അന്ന് കൊച്ചായിരുന്നു. ആ. അവനാണ് ബാലേട്ടാ എന്ന് വിളിക്കണം ആദ്യത്തെ. ആ, ശരി. സാറിന്റെ മോനാണോ? ആ അന്ന് ഓ. അന്ന് ഇപ്പൊ അവന് 10-29 വയസ്സുണ്ട്. അപ്പൊ ഗിരീഷേട്ടനാണ് ഈ പാട്ട് എഴുതിയിരിക്കുന്നത്. ആ സാറേ, ഉം. ഒരു കാര്യം പറഞ്ഞോട്ടെ. ഉം. അല്ല, 2-3 കാര്യമുണ്ട്. ആ. ഇന്ന് ഒരു ഹലോ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ആര്യ ചേച്ചിക്കൊക്കെ അറിയാം, പക്ഷെ നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിഞ്ഞൂടാ. അതെന്താ കാരണം അത് തലശ്ശേരി സ്പെഷ്യൽ ബനാന ഹലുവയാ. ആണോ? ആഹാ. അപ്പൊ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് അതെ. യെസ്. കൊതി വരുന്നുണ്ട്, വയറ് നിറയ്ക്കുന്നു. കൊതി അപ്പൊ വരുന്നുണ്ട്. അത് പാടി കഴിഞ്ഞിട്ട് നമുക്ക് കഴിക്കാം. ഒരു വിശേഷം എന്താണെന്നറിയോ, ഞാൻ ടോപ്പ് സിംഗറിൽ പാടിയതിന്റെ പേരില് കോന്നി പഞ്ചായത്തില് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, ഭിന്നശേഷി. അപ്പം ഞാനാണ് ഉദ്ഘാടനം ചെയ്തത്. പിന്നെ 3-4 പാട്ടൊക്കെ പാടി. അമ്പടാ. അത് ശരി, ഇപ്പഴേ ഉദ്ഘാടനമൊക്കെ തുടങ്ങിയല്ലേ? അവര് വിളിച്ചതാ, അപ്പൊ ഞാൻ ആഹാ. പോയി. സ്റ്റാർ ആണല്ലേ, സ്റ്റാർ. സ്റ്റാർ ആണ്. സ്റ്റാറാവുക. ആവട്ടെ ആവട്ടെ. താങ്ക് യു സാർ. അപ്പൊ ഇന്നത്തെ പാട്ട് കറുകറെ കറുത്തൊരു പെണ്ണാണ് പെണ്ണാണ്. അല്ലേ? ആ, അത് ഗിരീഷേട്ടനല്ലേ എഴുതിയിരിക്കുന്നത്? അതെ ബാലേട്ടൻ. അതെ. ഇത് പാടിയിരിക്കുന്ന വളരെ സ്പെഷ്യൽ ഒരു ആളാണ്. സ്പെഷ്യൽ നമ്മുടെ ബാലേട്ടനാണ്. എന്റെ ഫേവറേറ്റ് ആക്ടർ മോഹൻലാൽ സാർ. ലാൽചേട്ടനാണ് പാടിയിരിക്കുന്നത്. MJ അങ്കിളിന്റെ അതിന്റെ മെമ്മറി എന്താ? അയ്യോ, അത് മറക്കാൻ പറ്റാത്തതാണ്. ലാൽചേട്ടനായിട്ട് 3-4 പാട്ടുകൾ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ ഈ പാട്ടാണ് ആദ്യമായിട്ട് വർക്ക് ചെയ്തത്. മറക്കാൻ പറ്റാത്ത അനുഭവമാണ്. ഇതിന് കമ്പോസിങ്ങിനും ഒക്കെ ലാൽചേട്ടൻ ഉണ്ടായിരുന്നു. ഞാൻ അതിന്റെ ബാലേട്ടന്റെ ഷൂട്ടിന് ഒറ്റപ്പാലം ആ ഭാഗത്ത് എവിടെയോ ഷൂട്ട് ചെയ്ത് ആ സമയത്ത് ഞാൻ പോയിരുന്നതായിട്ടും ഞാൻ ഓർക്കുന്നുണ്ട്. ഇത് തിരുവനന്തപുരത്ത് SS ഡിജിറ്റൽ എന്ന് പറഞ്ഞ സ്റ്റുഡിയോയിലാണ് ലാലേട്ടൻ എന്ന് വന്ന് പാടിയത്. അപ്പം ഇങ്ങനെ ഓരോ വരിയും എത്ര അധികം അതിൽ ഇമേഴ്സ്ഡ് ആയിട്ടാണ്, എത്ര ഡീപ്പായിട്ടാണ് അദ്ദേഹം കാണുന്നത്. സച്ച് എ ഗ്രേറ്റ് ആർട്ടിസ്റ്റ് അദ്ദേഹം എന്തുകൊണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന പല പല മോമെന്റ്സ് എനിക്ക് ഈ പാട്ടുകളൊക്കെ എവിടേക്കാണ്ട് ഈ രാധയെ പോകണത് എന്ന് പറഞ്ഞിട്ട് ഒടിയനിലൊരു പാട്ടാണ് പാടിയിട്ടുണ്ട്. അതുപോലെ ഐ ആം ദ മാൻ എന്ന് പറഞ്ഞിട്ട് പ്രണയത്തിലൊരു പാട്ട് പാടിയിട്ടുണ്ട്. പിന്നെ ഈ പാട്ട്, അങ്ങനെ 3 പാട്ടുകളാണ് എനിക്ക് തോന്നുന്നത് ലാലുചേട്ടനായിട്ട് വർക്ക് ചെയ്യാനായിട്ടുള്ള ഭാഗ്യം ഉണ്ടായത്. മറക്കാൻ പറ്റാത്ത അനുഭവമാണ്. സാറേ, എനിക്ക് തോന്നുന്നത് ഈ പമ്പയിലൊക്കെ നീന്തി കുളിച്ചു എന്ന് അറിയില്ലേ, അതുപോലെ ഞാനിപ്പോ സാറിന്റെ പാട്ടിൽ നീന്തി കുളിച്ചെന്ന് തോന്നുന്നു. നീന്തി കുളിക്കാണോ? ആഹാ. അതെന്താന്നറിയോ, സാറിന്റെ 3ാമത്തെ പാട്ടാ ഞാൻ ഈ പാടാൻ ഓക്കെ, കുളിച്ചു കഴിഞ്ഞാൽ കയറണം കേട്ടോ, കരയിലോട്ട് കയറണം. അതെങ്ങനെ കേറും? അതെ, കയറിയില്ലെങ്കിൽ പ്രശ്നമാണ്, പിന്നെ അവിടെ തന്നെ ഇരിക്കേണ്ടി വരും. അപ്പൊ അറിയാൻ കേട്ടാ, എന്തോ സാർ? ഏറ്റവും നന്നായിട്ട് പാടാൻ പറ്റട്ടെ. ഓക്കെ സാർ, താങ്ക് യു സാർ. ഇന്ന് ഇതിലെങ്ങനെ കുളിക്കണേന്ന് ഞാൻ നോക്കട്ടെ. അതെ. ഓക്കെ. All the best. ഉദ്ദേശിച്ച സാറേ പറഞ്ഞു. നന്നായി പാടണേന്ന്. MJ അങ്കിളുടെ പാട്ടിൽ കുളിച്ചോണ്ടിരിക്കാന്ന് പറഞ്ഞില്ലേ? ഇന്ന് എങ്ങനെയാ കുളിക്കണേ നോക്കട്ടെ എന്ന്. മനസ്സിലായി. ഇപ്പൊ മനസ്സിലായി. All the best. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സാർ, താങ്ക് യു ചേച്ചി. തന്നാനേ കറുകറെ കറുത്തൊരു പെണ്ണാണ്. കറുകറെ കറുത്തൊരു പെണ്ണാണ്, കണ്ണാണ്, കരളാണ്, കാട്ടുപൂവിൻ കന്നിത്തേനാണ്, പാട്ടുമോളും മൈന പെണ്ണാണ്. കറുകറെ കറുത്തൊരു പെണ്ണാണ്, കണ്ണാണ്, കരളാണ്, കാട്ടുപൂവിൻ കന്നിത്തേനാണ്, പാട്ടുമോളും മൈന പെണ്ണാണ്. ഇളമാൻ തളിരിൻ ചുണ്ടാണ്, ഹിമകൾ രണ്ടും വണ്ടാണ്, കുറുമ്പുകാട്ടും വമ്പാണ്, പറക്കും വമ്പാണ്. കറുകറെ കറുത്തൊരു പെണ്ണാണ്, കണ്ണാണ്, കരളാണ്, കാട്ടുപൂവിൻ കന്നിത്തേനാണ്, പാട്ടുമോളും മൈന പെണ്ണാണ്.
കറുത്തൊരു പെണ്ണാണ് കണ്ണാണ് കരളാണ് കാട്ടുപൂവിൻ കന്നിത്തേനാണ് പാട്ടുമോളും മൈന പെണ്ണാണ് ചക്കര ഇതെന്നെ കാണുമല്ലോ അല്ലേ അമ്പലപ്രാവിൻ അഴകാണ് ആലില തളിരിൻ ചേരാണ് ചെമ്പകപ്പൂവിൻ നിറമാണ് ചേമ്പില തുമ്പിലെ മഴയാണ് മുത്തേ നിന്നെ മുത്തം വെക്കാൻ ചിറ്റോളമായി തുള്ളിക്കാൻ മൂവന്തി പോൽ മാറ്റേറും മുക്കുറ്റി ഞാൻ തീർത്തിക്കാം ചിങ്കാര പെണ്ണിന് ചിന്തൂരം ചില്ലോല തീർത്തൊരു പൂത്താലി പണങ്ങ് തോൽക്കും ആരാണ് എന്റെ പൊന്നുമോളാണ് കറുകറി കറുത്തൊരു പെണ്ണാണ് കണ്ണാണ് കരളാണ് കാട്ടുപൂവിൻ കന്നിത്തേനാണ് പാട്ടുമോളും മൈന പെണ്ണാണ് കറുകറി കറുത്തൊരു പെണ്ണാണ് കണ്ണാണ് കരളാണ് കാട്ടുപൂവിൻ കന്നിത്തേനാണ് പാട്ടുമോളും മൈന പെണ്ണാണ് സൂപ്പർ സൂപ്പർ. താങ്ക് യു സർ. മീനുകൂടാ എന്തോ റിയാൻകുട്ടന്റെ പാട്ടിലേക്ക് കിടക്കുന്നതിന് മുമ്പേ ഞാനിങ്ങനെ ഓർക്കായിരുന്നു, ഇതില് ഋതം പ്രോഗ്രാം ചെയ്തത് എൻ്റെ പ്രിയപ്പെട്ട വളരെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ആയിരുന്ന മുരുകണ്ണൻ എന്ന് ഞാൻ വിളിക്കുന്ന മുരുകനായിരുന്നു. അദ്ദേഹം ഒരു 17-18 ഋതം ഇൻസ്ട്രുമെന്റ്സ് വായിക്കുമായിരുന്നു. മുരുകന്റെ ഒരു വലിയൊരു ഓർമ്മയാണ്. അപ്പോൾ എപ്പോഴും എൻ്റെ അടുത്ത് പറയും, അണ്ണൻ്റെ പാട്ട് കലക്കണം എന്ന് എൻ്റെ അടുത്ത് പറയും. അപ്പൊ അങ്ങനെ എനിക്ക് വേണ്ടി സ്വപ്നം കണ്ട ഒരാളാണ് മുരുകൻ. ഇപ്പോ മുരുകണ്ണനില്ല, പോയി ആ. അയ്യോ. പക്ഷെ മുരുകണ്ണന്റെ ഓർമ്മകളുണ്ട്. എനിക്ക് ആ ബ്ലെസ്സിങ്സ് ഉണ്ടെന്ന് എനിക്ക് തീർത്തും അറിയാം. കാരണം അതിനുശേഷം ഞാൻ ചെയ്ത പാട്ടുകളിലെല്ലാം ആ ഒരു സാമീപ്യം അല്ലെങ്കിൽ പ്രസൻസ് എനിക്ക് അറിയാൻ പറ്റും. ഓരോ റിത്തമിക് ആയിട്ടുള്ള സോങ്സ് ചെയ്യുമ്പോഴും എവിടെ നിന്നൊക്കെ വന്നു ചേരുന്ന പാറ്റേൺസും കാര്യങ്ങളൊക്കെ ആനന്ദ് ഭായിക്ക് അറിയാൻ പറ്റും. അത് നമ്മുടെ റെക്കോർഡിങ്സിനൊക്കെ അത്തരം ചില സംഭവങ്ങൾ വന്നു ചേരാറുണ്ട്. അതെങ്ങനെയാണെന്ന് എനിക്കും അറിഞ്ഞൂടാ. പിന്നെ ഇതിന് ഡയറക്ടർ VM വിനുചേട്ടൻ. നമുക്ക് ജീവിതത്തിൽ ചില മൈൽ സ്റ്റോൺസ് എന്ന് പറയുന്നത് കേട്ടോ റിയാൻ കുട്ടാ, അത് വന്നു ചേരുമ്പോഴത്തേക്കും ചില ആളുകൾ നമുക്ക് ഏറ്റവും വലിയ വഴിവിളക്കുകളായിരിക്കും. ശരിയാ. ആ പ്രകാശത്തിലാണ് നമ്മൾ മുന്നോട്ട് പോവുക. അങ്ങനെ VM വിനുചേട്ടനാണ് പറഞ്ഞത്, തിരുവനന്തപുരത്ത് ഒരു പയ്യനുണ്ട്, M ജയചന്ദ്രൻ എന്നാണ് പേര്, ആ പയ്യൻ ഇതിൽ മ്യൂസിക് ചെയ്താ മതി എന്ന് പറഞ്ഞത് VM വിനുചേട്ടനാണ്. അപ്പൊ അത്രയ്ക്ക് സ്നേഹമാണോ? അത്രയ്ക്ക് സ്നേഹം. വിനുചേട്ടന്റെ ഒരുപാട് പടങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൽ ആദ്യത്തെ പടം ഇതല്ല, ഇതിനു മുമ്പേ കൺമഷി എന്ന് പറഞ്ഞ ഒരു സിനിമയാണ്. പക്ഷെ ബാലേട്ടനിൽ അന്ന് ലാലേട്ടൻ നിറഞ്ഞ് ആടിയ ഒരു സിനിമയാണല്ലോ. അപ്പോൾ അതിൽ അങ്ങനെ എന്നെ മ്യൂസിക് കമ്പോസർ ആക്കി എന്നുള്ളത് ഒരു വലിയ ഭാഗ്യമായിരുന്നു. അപ്പോൾ റിയാൻകുട്ടനും അതുപോലുള്ള വഴിവിളക്കുകൾ ജീവിതത്തിൽ വരട്ടെ, അങ്ങനെ പ്രകാശങ്ങൾ നിറയട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും കൂടെയാണ് ഈ സമയത്ത് കേട്ടോ. അപ്പോൾ ഈ പാട്ട് നമ്മുടെ റിയാൻകുട്ടൻ പാടിയത് സിംപ്ലി ബ്യൂട്ടിഫുൾ ആയിരുന്നു. താങ്ക് യു സാർ. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കോറസ് എന്താണ്, പാട്ടിന്റെ കൂടെ ഒരു മെയിൽ കോറസ് ഒന്നും ഇല്ലാതെ ഒറ്റയ്ക്ക് കോറസും പാടി. അത് സൂപ്പറായിരുന്നു. പിന്നെ മുണ്ടുടുത്ത സുന്ദരനാണല്ലോ, ആ സുന്ദരൻ ഇങ്ങനെ ആ പാട്ടിലൂടെ ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നത് എനിക്ക് അങ്കിളിന് കാണാനും കേൾക്കാനും സാധിച്ചു കേട്ടോ. അപ്പൊ ഈ പാട്ടിന്റെ സെലക്ഷന് അങ്കിൾ താങ്ക് ചെയ്യാണ് നമ്മുടെ. പിന്നെ പറക്കും അമ്പാണെന്നാണ്, അമ്പല്ല പറക്കുക, പറക്കൂ വമ്പാണെന്നല്ലേ പാടിയ. പറക്കും വമ്പാണ്. പറക്കും വമ്പല്ല, പറക്കും അമ്പാണ്. പറക്കും അമ്പാണ്. അതാണ്. ഇളമാന്തളിരിൻ ചുണ്ടാണ്. അപ്പൊ എനിക്ക് തോന്നി ചിലപ്പം റിയാൻകുട്ടന് ആ ഒരു റേഞ്ച് വരുമ്പോഴത്തേക്കും സ്ട്രെയിൻ വരുമെന്നൊക്കെ എനിക്ക് തോന്നി കേട്ടോ. പക്ഷെ റിയാൻകുട്ടൻ അത് നൈസായിട്ട് അതിൽ കൂടെ എങ്ങനെ ഫ്ലൈ ചെയ്ത്. താങ്ക് യു സാർ. അത് ഇങ്ങനെ റിയാൻകുട്ടൻ എങ്ങനെയൊക്കെ ചെയ്യണേ. എനിക്ക് പേടിയുണ്ടായിരുന്നു. ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് പാടിയ, അപ്പം പെട്ടെന്ന് പാടിയപ്പോഴേ ആ മാക്സിമം ഫീൽ കൊടുത്തപ്പോ പൊറോട്ടയാണ് കഴിച്ചത്.
പൊറോട്ടയാണോ കഴിച്ചത്? ഓ ആ അതുകൊണ്ടാണ് പാടാൻ പറ്റിയത്, അല്ലെങ്കിൽ പാടാൻ പറ്റത്തില്ലായിരുന്നു. പൊറോട്ട പവർ. ആ പൊറോട്ട പവർ. ഞാൻ വിചാരിച്ചു കുറ്റം പറയാൻ പോവായിരുന്നു. ഇല്ല കുറ്റമല്ല. പിന്നെ ഞാൻ വിചാരിച്ചു കുറ്റം പറയാൻ ചരണത്തില് എത്താമര കൊമ്പത്തെ മുത്തോല മേലൂഞ്ഞാല്, അവിടെ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. നമ്മുടെ റിയാൻകുട്ടനാണ്, പാവമാണ്, ഇപ്പൊ എത്ര സ്ട്രെയിൻ ചെയ്തിട്ടായിരിക്കും അത് പാടാൻ പോണേന്ന്. പക്ഷേ റിയാൻകുട്ടന്റെ പൊറോട്ട അവിടെ വർക്ക് ചെയ്തു. പിന്നെ അപ്പൊ ഇടയ്ക്കിടയ്ക്ക് പൊറോട്ട കഴിച്ചോട്ടാ. ഞാൻ വിചാരിച്ചു ആ എന്നാലും ഒന്നുകൂടെ പാടി കയറി. ആ അതാണ് അതിന്റെ അറ്റംപ്റ്റ് ഉണ്ടല്ലോ, അത് ഞാൻ അവിടെ എത്തിക്കും എന്നുള്ള റിയാന്റെ ഒരു ദൃഢ നിശ്ചയം ഉണ്ടല്ലോ, അത് സബാഷ്. അതാണ് റിയാൻ ഭയങ്കര ബ്രേവ് ആണ് കേട്ടോ, ധീരനാണ്. അല്ലേ മധു? റിയാൻകുട്ടാ എന്തോ നന്നായിരുന്നു, അടിപൊളിയായിട്ട് പാടി കേട്ടോ. അതിൽ ഇടയ്ക്കുള്ള ഡയലോഗ്സും ആ ചിരിയും എല്ലാം കലക്കി. ഞാനും വിചാരിച്ചു ആ ഹൈ പിച്ച് പോർഷൻസ് ഇത്തിരി കൂടി സ്ട്രെയിൻ ഉണ്ടാവും, ബുദ്ധിമുട്ടായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അത് നന്നായിട്ട് നല്ല രീതിയിൽ അത് മാനേജ് ചെയ്തു കേട്ടോ. അതുപോലെ തന്നെ ലാലേട്ടൻ പാടിയ പോലെ തന്നെ ഇടയ്ക്ക് ചില ഭാഗങ്ങളൊക്കെ ലാലേട്ടനെ പോലെ തന്നെ പാടുന്നുണ്ടായിരുന്നു. എനിക്ക് ആ ലാലേട്ടന്റെ ശബ്ദമാണ് ആ സമയത്ത് ഓർമ്മ വന്നത്. കറുത്ത വാവാണ്. അതെ 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 അത് കേട്ടിട്ട് ഉൾക്കൊണ്ടു പോകാൻ ശ്രമിച്ചതാ. ആണല്ലേ? അപ്പൊ കുറച്ച് മിമിക്രി ഒക്കെ ഉണ്ടല്ലേ? മിമിക്രി അല്ല, അത് എന്റെ ഫീൽ ഇട്ടതാ. അതങ്ങനെ കേട്ട് പരിചയപ്പോ അങ്ങനെ ആയതാണ് അല്ലേ? വെരി ഗുഡ് വെരി. അപ്പൊ എന്തായാലും കൊള്ളാം, മിടുക്കൻ. പ്രിയാൻകുട്ട എന്തോ ചേച്ചി, നല്ല ലൈഫ് ഉണ്ടായിരുന്നു പാട്ടിൽ ആദ്യം തൊട്ട് അവസാനം വരെ. താങ്ക് യു ചേച്ചി. എനിക്ക് അതിന്റെ പാട്ടിന്റെ വിഷ്വൽസ് ഭയങ്കര ഓർമ്മയാണ്. ഞാൻ ചെറുപ്പത്തിൽ ഇങ്ങനെ കാണുമ്പോഴേ അതില് മറ്റേ ഒരു പെണ്ണിന്റെ വേഷമൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ ഒരു ഭയങ്കര കെയോട്ടിക് ആയിട്ട് കുറെ ഫ്രണ്ട്സ് കൂടെ ഡ്രിങ്കിങ്, ഒരു പാർട്ടി പോലത്തെ ഒരു വൈബ്, ഒരു നാടൻ പാർട്ടി. എനിക്ക് ആ വിഷ്വൽ ഭയങ്കര ഓർമ്മയാണ്. റിയാൻകുട്ടൻ പാടിയപ്പോഴത്തേക്ക് ഞാൻ ആ ഒരു വെള്ളിയാഴ്ച മറ്റേ ചിത്രഗീതമൊക്കെ ഉണ്ടാവില്ലേ, അവിടത്തേക്ക് എത്തി ഞാൻ ശരിക്കും മുഴുവനായിട്ട്. അപ്പൊ എനിക്ക് തോന്നി റിയാൻകുട്ടൻ പാടിയപ്പോ നല്ലൊരു ഒരു ലൈഫ് ഉണ്ടായിരുന്നു കേട്ടോ. കൂടുതൽ ആ ഡയലോഗൊക്കെ പറഞ്ഞതും ആ ചിരിയും അതിന്റെ ഇടയിൽ കൊടുക്കുന്ന ഡൈനാമിക്സ് ഒക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. റിയാൻകുട്ട മിടുക്കനാണേ. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. എന്തോ നമുക്കൊന്ന് ഒന്നിച്ച് പാടി ആഘോഷിച്ചാലോ? എന്ത് ഇത് തന്നെ കേൾക്കാം. റെഡി? കറുത്തൊരു പെണ്ണാട്, കണ്ണാട് കരളാട്, കാട്ടുപൂവിൻ കന്നിത്തേനാട്, പാട്ടുമോളും മൈന പെണ്ണാട്. കറുത്തൊരു പെണ്ണാട്, കണ്ണാട് കരളാട്, കാട്ടുപൂവിൻ കന്നിത്തേനാട്, പാട്ടുമോളും മൈന പെണ്ണാട്. ചുണ്ടാണ് ഇവകൾ രണ്ടും വണ്ടാണ്, ഉറമ്പു കാട്ടും അമ്പാണ്, പറക്കും അമ്പാണ്. കറുത്തൊരു പെണ്ണാട്, കണ്ണാട് കരളാട്, കാട്ടുപൂവിൻ കന്നിത്തേനാട്, ഇവൾ പാട്ടുമോളും മൈന പെണ്ണാട്. മാർക്കറിയാം റിയാൻകുട്ടന്റെ. അപ്പൊ ഇന്ന് നമ്മുടെ മുണ്ടുടുത്ത സുന്ദരന് റിയാൻകുട്ടന് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി 98.5 on 100 ടുഡേ. താങ്ക് യു സർ. ബനാന ഹൽവ ജഡ്ജസിന് കൊടുക്കാം അല്ലേ? നമ്മുടെ റിയാൻകുട്ടനാണ് കേട്ടോ ഇന്നത്തെ പെർഫോമർ ഓഫ് ദ ഡേ. ആരാ വരണ്ട പെർഫോമർ ഓഫ് ദ ഡേ തരാനായിട്ട്? എനിക്ക് ആര്യ ചേച്ചി. അമ്പലപ്രാവിൻ അഴകാണ്, ആലിലത്തളിരിൻ ചേരാണ്, ചെമ്പകപ്പൂവിൻ നിറമാണ്, ചേമ്പില തുമ്പില. റിയാൻകുട്ട എന്തോ ചേച്ചി, കൺഗ്രാറ്റുലേഷൻ. റിയാൻകുട്ടന് വിലി വൈറ്റിന്റെ ഒരു ഗിഫ്റ്റ് ഹാമ്പർ. താങ്ക് യു ചേച്ചി. റിയാൻകുട്ട ബ്രഷ് ബിഫോർ ബെഡ്. പഠിച്ചു. ടാറ്റ റിയാൻകുട്ട. ടാറ്റ. ആര്യ ചേച്ചി ടാറ്റ. എന്റെ പൊന്നുമോളാണ്
കറുകറെ കറുത്തൊരു പെണ്ണാണ്, കണ്ണാണ്, കരളാണ്, കാട്ടുപൂവിൻ കന്നിത്തേനാണ്. ടോപ് സിംഗറിന്റെ ഇന്നത്തെ എപ്പിസോഡ് ദേ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. പ്രേക്ഷകരെല്ലാവരും ഇനി നാളത്തെ എപ്പിസോഡിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഞാനും വെയിറ്റിംഗ് ആണ് കേട്ടോ, നാളെ ഏതൊക്കെ പാട്ടാണ് വരുന്നതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇന്ന് തൽക്കാലത്തേക്ക് നമുക്ക് ടാറ്റ പറയാം, നാളെ വീണ്ടും കാണും. ഇപ്പൊ തൽക്കാലം നമുക്ക് മഹാലക്ഷ്മി കാണാം അല്ലേ. ടാറ്റ, ബൈ, സീ യു.